നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സർവകലാശാല വിഷയത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ സമവായത്തിന് കളമൊരുങ്ങുകയാണ്. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ചർച്ച നടത്തും. കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ VC-യോട് ആവശ്യപ്പെട്ടതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു പറഞ്ഞു. സർവകലാശാലകളിലെ സമരഭരിതമായ അന്തരീക്ഷം അവസാനിപ്പിച്ചുകൊണ്ടാണ് സർക്കാർ സമവായത്തിനൊരുങ്ങുന്നത്. സർവകലാശാലകളിലെ കലാപാന്തരീക്ഷം ഗുണകരമാകില്ലെന്ന തിരിച്ചറിവിലാണ് സർക്കാർ സമവായ ലൈനിലേക്ക് എത്തുന്നത്. സമവായ നീക്കത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തും. ഇരുവരും ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷമായിരിക്കും കൂടിക്കാഴ്ച. ഇന്ന് രാവിലെ മുതൽ തന്നെ സർക്കാരും ഇടത് സംഘടനകളും സമവായത്തിന്റെ പാതയിലേക്ക് എത്തിയെന്ന സൂചന ലഭിച്ചിരുന്നു. പ്രതിഷേധങ്ങളില്ലാതെ കേരള സർവകലാശാലയുടെ VC-യുടെ ചുമതലയുള്ള ഡോക്ടർ മോഹൻ കുന്നുമ്മലിന് സർവകലാശാല ആസ്ഥാനത്ത് പ്രവേശിക്കാനായതായിരുന്നു ആദ്യ സൂചന. ശേഷം ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവുമായി കൂടിക്കാഴ്ച നടത്തിയതോടെ മഞ്ഞുരുക്കം വ്യക്തമായി. ഇത് സർക്കാർ മുട്ടുമടക്കലൊന്നുമല്ല. നമ്മുടെ സർവകലാശാലയിൽ പഠന പ്രവർത്തനങ്ങൾ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകണം. അതിന് കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാവണം. VC-യുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന കേരള സർവകലാശാല സിൻഡിക്കേറ്റിലെ ഇടതംഗങ്ങളുമായി മന്ത്രി ചർച്ച നടത്തി. ഇതും അനുരഞ്ജന നീക്കത്തിന്റെ ഭാഗമായിരുന്നു. അല്ല, ഞങ്ങളെ വിളിപ്പിച്ചിട്ട് ഈ അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങൾ അതിന് തയ്യാറാണ്. സിൻഡിക്കേറ്റ് യോഗം വിളിച്ചെങ്കിലേ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആരാണ് സിൻഡിക്കേറ്റ് യോഗം വിളിക്കേണ്ടത്? വൈസ് ചാൻസലറാണ്. ഗവർണറുമായി സമവായം ഉണ്ടാക്കാനായാൽ സംസ്ഥാനത്തെ സർവകലാശാല നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പൊതുവിൽ പരിഹാരം കാണാനാകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. 24 തിരുവനന്തപുരം. അനാസ്ഥയുടെ രക്തസാക്ഷി. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രധാനാധ്യാപിക S. സുജയ്ക്ക് സസ്പെൻഷൻ. മന്ത്രിമാരായ V. ശിവൻകുട്ടിയും KN. ബാലഗോപാലും അപകടമുണ്ടായ സ്കൂളിലും മരിച്ച മിഥുന്റെ വീട്ടിലും സന്ദർശനം നടത്തി. വീഴ്ച വരുത്തിയവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകുമെന്നാണ് മന്ത്രിമാരുടെ ഉറപ്പ്. അപകടത്തിൽ ഉപവിദ്യാഭ്യാസ ഡയറക്ടർ, സ്കൂൾ മാനേജ്മെന്റ്, പ്രധാനാധ്യാപിക എന്നിവരുടെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തുന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അന്തിമ റിപ്പോർട്ട്. സ്കൂളിൽ അപകടാവസ്ഥയിൽ സൈക്കിൾ ഷെഡിന് മുകളിലായി വൈദ്യുതി കമ്പികൾ താഴ്ന്നു നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. സ്കൂൾ അധികൃതർ പരിഹാരം കാണാൻ ആത്മാർത്ഥമായി ശ്രമിച്ചില്ല. സ്കൂളിൽ പരിശോധനയ്ക്ക് പോയ ഉപവിദ്യാഭ്യാസ ഡയറക്ടർ വീഴ്ച വരുത്തി. അനധികൃത നിർമ്മാണമായിട്ടും തടയാനോ റിപ്പോർട്ട് ചെയ്യാനോ പ്രധാനാധ്യാപികയും ശ്രമിച്ചില്ല. ഒരു വിഭാഗം ഈ ഉത്തരവാദിത്തമുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്തു തന്നെ ആരെവിടെ തീരുമാനിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് ശമ്പളം കിട്ടും എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് ഗവൺമെൻറ്റിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. KER അധ്യായം 3 റൂൾ 7 പ്രകാരം മാനേജ്മെൻറ്റിനെതിരെ നടപടിയെടുക്കുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അധികാരമുണ്ട്. അപകടമുണ്ടായ സ്കൂൾ മന്ത്രി V. ശിവൻകുട്ടിയും KN. ബാലഗോപാലും സന്ദർശിച്ചു. അധ്യാപകരെയും മന്ത്രിമാർ കണ്ടു. വീഴ്ച വരുത്തിയ മുഴുവൻ പേർക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന മന്ത്രിമാർ. ഈ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം 3 അന്വേഷണമാണ് നടക്കുന്നത്. മേലിൽ കേരളത്തിൽ വേറെ ആരും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ലാത്ത നിലയിലുള്ള നടപടികളും സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെന്റ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. മരിച്ച മിഥുന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെയും മന്ത്രിമാർ കണ്ടു. നടപടിയെടുക്കാതിരിക്കാനുള്ള കാരണം കാണിച്ച് സ്കൂൾ മാനേജ്മെന്റിനും നോട്ടീസ് നൽകും. മരിച്ച മിഥുന്റെ സഹോദരന് +2 വരെ സൗജന്യ വിദ്യാഭ്യാസം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. അടിയന്തര ധനസഹായമായി കുടുംബത്തിന് 3 ലക്ഷം രൂപ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. 5 ലക്ഷം രൂപയുടെ അടിയന്തര ധനസഹായം KSEB കുടുംബത്തിന് കൈമാറി. തേവലക്കര ബോയ്സ് സ്കൂളിൽ ബാലാവകാശ കമ്മീഷൻ KV. മനോജ് കുമാർ സന്ദർശനം നടത്തി. 24 തിരുവനന്തപുരം, കൊല്ലം. 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച കൊല്ലം തേവലക്കര ഹൈസ്കൂളിൽ എല്ലാം ഫിറ്റെന്ന് പഞ്ചായത്തിന്റെ സർട്ടിഫിക്കറ്റ്. മെയ് 29-ന് മൈനാഗപ്പള്ളി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ നൽകിയ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണ് പുറത്തുവന്നത്. കെട്ടിടത്തിന് മാത്രമാണ് ഫിറ്റ്നസ് നൽകിയത് എന്നും സൈക്കിൾ ഷെഡിന് അല്ലെന്നുമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകന്റെ പ്രതികരണം. സ്കൂൾ തുറക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ബിൽഡിംഗ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ നൽകിയ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണ് 24-ന് ലഭിച്ചത്. സ്കൂൾ കെട്ടിടങ്ങൾ ഉറപ്പുള്ളതും പ്രവർത്തനക്ഷമം ആണെന്നുമാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ സ്കൂൾ കെട്ടിടങ്ങൾക്കെല്ലാം ഫിറ്റ്നസ് നൽകാൻ കഴിയുന്നതല്ലെന്ന് സ്കൂളിൽ പരിശോധന നടത്തിയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ വ്യക്തമാക്കി. നിരുത്തരവാദിത്വപരമായ ഒരു സമീപനം തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ അത് ശ്രദ്ധിച്ചില്ല എന്നത് വീഴ്ചയായിട്ട് തന്നെ കമ്മീഷൻ കാണുകയാണ്. പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ, ഉദ്യോഗസ്ഥ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും അത് ചെയ്തില്ല എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി തന്നെ കമ്മീഷൻ പരിശോധിക്കും.
ഫിറ്റ്നസ് നൽകിയ സാഹചര്യം പരിശോധിക്കുമെന്ന് മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ 24-നോട് പറഞ്ഞു. കെട്ടിടങ്ങൾക്കാണ് ഫിറ്റ്നസ് നൽകിയതെന്നും സൈക്കിൾ ഷെഡിനല്ലെന്നും പ്രതികരണം. കെട്ടിടത്തിന് മാത്രമാണ് ഫിറ്റ്നസ് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ അതിനോട് ചേർന്നുള്ള സൈക്കിൾ ഷെഡിന് ഫിറ്റ്നസ് കൊടുത്തിട്ടില്ല. അത് അനധികൃതമാണെന്ന് മനസ്സിലാക്കി അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ്. കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾക്കടക്കം ഫിറ്റ്നസ് നൽകാൻ ഇടപെടൽ നടന്നുവെന്ന ആരോപണം ഇതോടെ ശക്തമായി. 24 കൊല്ലം. ധർമ്മസ്ഥലയിലെ നിഗൂഢത. കർണാടക ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിൽ അന്വേഷണം പ്രത്യേക സംഘത്തെ ഏൽപ്പിക്കാൻ തയ്യാറെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. പോലീസ് റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കും. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുൻ സുപ്രീം കോടതി ജഡ്ജി ഗോപാലഗൌഡയുടെ നേതൃത്വത്തിൽ അഭിഭാഷകർ മുഖ്യമന്ത്രിയെ കണ്ടു. ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ പോലീസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മൗനം വെടിഞ്ഞത്. കേസന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ സർക്കാർ തയ്യാറാണ്. ദുരൂഹതകൾ നീങ്ങണം. ദക്ഷിണ കന്നഡ പോലീസിന്റെ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. സർക്കാരിന് മേൽ സമ്മർദ്ദമില്ലെന്നും ഒരു സമ്മർദ്ദത്തിനും വഴങ്ങില്ലെന്നും സിദ്ധരാമയ്യ കൂട്ടിച്ചേർത്തു. പോലീസ് റിപ്പോർട്ട് 2 ദിവസത്തിനകം സർക്കാരിന് കൈമാറുമെന്നാണ് സൂചന. മുൻകാലങ്ങളിൽ ആരോപണ വിധേയരെ സംരക്ഷിച്ച പോലീസ് ഇപ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നും കണ്ടറിയണം. ഇതിനിടെ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട മുൻ സുപ്രീം കോടതി ജഡ്ജി ഗോപാലഗൌഡയുടെ നേതൃത്വത്തിൽ അഭിഭാഷകർ മുഖ്യമന്ത്രിയെ കണ്ടു. 24 ധർമ്മസ്ഥല. തിരികെ വാർത്തകളിലേക്ക്. കണ്ണൂർ ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിൽ പോലീസ് നൽകിയ കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ആത്മഹത്യയ്ക്ക് തൊട്ട് മുൻപ് നവീൻ ബാബു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാണ് സാക്ഷിമൊഴി. PP ദിവ്യയുടെ ബന്ധു അഴീക്കോട് സ്വദേശി പ്രശാന്ത് TVയുടെ മൊഴിപ്പകർപ്പ് 24-ന് ലഭിച്ചു. നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന്റെ തലേ ദിവസം അഴീക്കോട് സ്വദേശിയും ദിവ്യയുടെ ബന്ധുവുമായ പ്രശാന്ത് മുഖാന്തരം സ്വാധീനിക്കാൻ നവീൻ ബാബു ശ്രമിച്ചെന്നാണ് മൊഴി. കേസിൽ ഇതാദ്യമായാണ് പ്രശാന്ത് എന്നയാളുടെ മൊഴി വിവരം പുറത്തുവരുന്നത്. ദിവ്യയുമായുള്ള ബന്ധം ADMന് അറിയാമായിരുന്നുവെന്നും യാത്രയപ്പ് ചടങ്ങിന് ശേഷം ADM തന്നെ ക്വാർട്ടേഴ്സിന് സമീപത്തേക്ക് വിളിച്ചു വരുത്തിയെന്നുമാണ് പ്രശാന്തിന്റെ മൊഴി. എന്നാൽ ദിവ്യയുമായി അത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ പാകത്തിലുള്ള ബന്ധമില്ലെന്ന് അറിയിച്ചതോടെ നവീൻ ബാബു ക്വാർട്ടേഴ്സിലേക്ക് കയറിപ്പോയി. പിറ്റേന്ന് പുലർച്ചെയാണ് ADM ആത്മഹത്യ ചെയ്ത വിവരം അറിയുന്നതെന്നും പ്രശാന്ത് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. കേസിൽ കണ്ണൂർ കളക്ടർ പോലീസിന് നൽകിയ മൊഴിയും നവീൻ ബാബുവിനെ സംശയത്തിന്റെ മുന്നിൽ നിർത്തുന്നതാണ്. ഈ മൊഴികളെല്ലാം PP ദിവ്യയെ സംരക്ഷിക്കുന്നതിനായി കെട്ടിച്ചമച്ചതാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഇക്കാര്യത്തിൽ CPMന്റെ നേതൃത്വം ഒന്നടങ്കം അതിനകത്ത് ആർക്കും ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. അവരൊക്കെ തന്നെ ഇതിനകത്ത് പ്രതികളായി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് CBI അന്വേഷണത്തിന് ആദ്യം മുതൽ CPM നേതൃത്വം തടയിടുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട ബിനാമി ഇടപാട്, TV പ്രശാന്തൻ മുഖ്യമന്ത്രിക്കും വിജിലൻസിനും നൽകിയെന്ന് പറയുന്ന വ്യാജ പരാതി തുടങ്ങിയവയെക്കുറിച്ച് കുറ്റപത്രത്തിൽ ഒരിടത്തും പരാമർശമില്ല. അന്വേഷണ റിപ്പോർട്ടിൽ PP ദിവ്യയ്ക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളുണ്ടെന്ന ആരോപണം നവീൻ ബാബുവിന്റെ കുടുംബം നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു. 24 കണ്ണൂർ. വേർപാടിന്റെ 2ാം വാർഷികത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ച് രാഷ്ട്രീയ കേരളം. കോട്ടയം പുതുപ്പള്ളി പള്ളിവളപ്പിൽ നടന്ന അനുസ്മരണ സമ്മേളനം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. തനിക്ക് ഗുരുതുല്യനാണ് ഉമ്മൻചാണ്ടി എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ജനകീയ നേതാവിന്റെ 2ാം ചരമവാർഷികവും പ്രവർത്തകർ നെഞ്ചിലേറ്റി. 9:30 പുതുപ്പള്ളിപ്പള്ളിയിലെത്തിയ രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്നായിരുന്നു പുതുപ്പള്ളിപ്പള്ളിയുടെ മുന്നിൽ അനുസ്മരണ യോഗം. ഉമ്മൻചാണ്ടി ഗുരുതുല്യനായിരുന്നുവെന്നും പുതുതലമുറ ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കണമെന്നും രാഹുൽ ഗാന്ധി. to follow his footsteps and behave in the tradition of the politics of Kerala. Coming here, I must say that I am missing Mr. Chandy, who would normally be sitting over there on the stage. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നടത്തുന്ന ഭവന പദ്ധതിയുടെ ഭാഗമായി 12 വീടുകളുടെ താക്കോൽദാനം രാഹുൽ ഗാന്ധി നിർവഹിച്ചു. ശ്രവണ വെല്ലുവിളി നേരിടുന്നവരെ സഹായിക്കുന്നതിനുള്ള സ്മൃതിതരംഗം പദ്ധതിയുടെ ചികിത്സാരേഖകൾ 3 കുട്ടികൾക്ക് രാഹുൽ ഗാന്ധി കൈമാറി. 24 കോട്ടയം.
കോൺഗ്രസിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾ കോൺഗ്രസ് വേദിയിൽ തന്നെ തള്ളി കൊട്ടാരക്കര മുൻ MLA-യും CPIM നേതാവുമായ അഡ്വക്കേറ്റ് ഐഷ പോറ്റി. കോൺഗ്രസിൽ അംഗത്വം എടുക്കുമെന്ന സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണങ്ങൾ ചിരിപ്പിക്കുന്നതെന്നും ഐഷ പോറ്റി പറഞ്ഞു. താനൊരു പാർലമെന്ററി മോഹിയല്ല, പ്രസ്ഥാനം അവസരങ്ങൾ തന്നാലും ജനം വോട്ടു ചെയ്താലേ ആരും ജയിക്കുകയുള്ളൂവെന്നും ഐഷ പോറ്റി തുറന്നടിച്ചു. കൊട്ടാരക്കരയിൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിലേക്ക് ഐഷ പോറ്റി എത്തുന്നത് കോൺഗ്രസ് പ്രവേശനത്തിന്റെ ചുവടുവയ്പ്പാണെന്ന അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. ആകാംക്ഷകൾക്ക് വിരാമമിട്ട് ഐഷ പോറ്റി തന്നെ അക്കാര്യം വ്യക്തമാക്കി. കോൺഗ്രസുകാർക്ക് തന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് വാചാലയായ ഐഷ പോറ്റി വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞത് ഇങ്ങനെ: കോൺഗ്രസിന്റെ എനിക്ക് തരുന്ന സ്നേഹം ഇപ്പോഴുള്ളതല്ല, നിങ്ങൾ തന്ന സ്നേഹത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയും. പക്ഷേ ഞാൻ കോൺഗ്രസിൽ ചേരാൻ വേണ്ടിയല്ല ഞാനൊരു പാർലമെന്ററി മോഹിയല്ല. സത്യവുമായി ബന്ധമില്ലാത്ത പ്രചാരണമാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത്. വിമർശനങ്ങൾ കൂടുതൽ ശക്തയാക്കുന്നു. രാഷ്ട്രീയമേതായാലും നല്ലതിനെ നല്ലതെന്ന് പറയാൻ ഒരു പേടിയുമില്ല. വിമർശനങ്ങളെ ചിരിയോടെ നേരിടുന്നതിൽ ഉമ്മൻചാണ്ടി മാതൃകയാണെന്നും ഐഷ പോറ്റി പറഞ്ഞു. 24 കൊട്ടാരക്കര. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരാൻ സാധ്യത. 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു. വയനാട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ്. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. കണ്ണൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിമിഷപ്രിയയുടെ മോചനത്തിന് ഹർജിക്കാരുടെ പ്രതിനിധി സംഘത്തെ യമനിലേക്ക് അയക്കണമോ എന്നതിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരെന്ന് സുപ്രീം കോടതി. കുടുംബത്തെ അല്ലാതെ ഹർജിക്കാരുടെ സംഘത്തെ അയച്ചതുകൊണ്ട് കാര്യമില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ച കാര്യം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. വധശിക്ഷ നീട്ടിവെച്ചതിന് പിന്നിൽ പ്രയത്നിച്ച കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറും കേന്ദ്ര സർക്കാരും അടക്കം എല്ലാവർക്കും നന്ദി അറിയിച്ച ഹർജിക്കാർ ചർച്ചകൾക്കായി യമനിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കുന്നതിന് കേന്ദ്രം അനുമതി നൽകണം എന്നാവശ്യപ്പെട്ടു. 2 കേന്ദ്ര സർക്കാർ പ്രതിനിധികളും 2 നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ പ്രതിനിധികളും കാന്തപുരത്തിന്റെ 2 പ്രതിനിധികളും ഉൾപ്പെട്ട സമിതി വേണം എന്നാണ് ആവശ്യം. വിശദാംശങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കാനാകില്ലെങ്കിലും കേന്ദ്ര സർക്കാർ കാര്യമായി ഇടപെടുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയ കേന്ദ്രം ചർച്ചകളിൽ കുടുംബത്തിന് മാത്രമാണ് കാര്യമെന്നറിയിച്ചു. ഏതെങ്കിലും സംഘടന യമനിൽ പോയാൽ മാറ്റമുണ്ടാകുമെന്ന് കരുതുന്നില്ലെന്ന് അറ്റോർണി ജനറൽ നിലപാടറിയിച്ചു. നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് പരിമിതികളുണ്ടെന്ന് ഹർജിക്കാർ കോടതിയെ അറിയിച്ചു. തുടർന്ന് പ്രതിനിധി സംഘത്തെ അയക്കുന്ന ആവശ്യവുമായി കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ഓഗസ്റ്റ് 14-ന് ഹർജി സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. 24 ഡൽഹി. സാവൻ മാസത്തിൽ മാംസാഹാരം വിളമ്പിയെന്നാരോപിച്ച് ഉത്തർപ്രദേശിൽ ഹിന്ദു രക്ഷാദൾ പ്രവർത്തകർ KFC ഔട്ട്ലെറ്റ് അടപ്പിച്ചു. പോലീസ് നോക്കി നിൽക്കെയാണ് ജയ് ശ്രീറാം വിളികളുമായി എത്തിയ സംഘം ഔട്ട്ലെറ്റ് അടപ്പിച്ചത്. ഔട്ട്ലെറ്റ് വീണ്ടും തുറന്നാൽ തുടർന്നും പ്രതിഷേധിക്കുമെന്നും പ്രവർത്തകർ പറഞ്ഞു. സാവൻ മാസത്തിൽ കൻവാർ യാത്ര കടന്നുപോകുന്ന വഴിയിൽ മാംസാഹാരം വിൽക്കുന്നുവെന്നാരോപിച്ചായിരുന്നു ഹിന്ദു രക്ഷാദൾ പ്രവർത്തകരുടെ പ്രതിഷേധം. വിശേഷമാസത്തിൽ മാംസം വിൽക്കുന്നത് വിശ്വാസത്തെ ബഹുമാനിക്കാത്തതിന് സമമാണെന്നാരോപിച്ചായിരുന്നു കടയടപ്പിച്ചത്. ഗാസിയാബാദിലെ നസീർ ഫുഡ്സ് എന്ന മറ്റൊരു ഹോട്ടലും പ്രവർത്തകർ അടപ്പിച്ചു. പ്രതിഷേധം നടത്താൻ പോലീസിന്റെ വാക്കാലുള്ള അനുമതിയുണ്ടെന്ന് സംഘടന അവകാശപ്പെട്ടു. അനുമതിയോടെയാണ് ഹോട്ടലുകൾ പ്രവർത്തിച്ചതെന്ന് കട നടത്തിപ്പുകാരും വ്യക്തമാക്കി. കൻവാർ യാത്ര കടന്നുപോകുന്ന വഴിയിൽ മാംസാഹാരം വിൽക്കാൻ പാടില്ലെന്ന് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് സർക്കാർ ഉത്തരവിറക്കിയത് വിവാദമായിരുന്നു. കൻവാർ യാത്ര പോകുന്ന വഴിയിലെ ഹോട്ടലുകൾക്ക് നേരെയുള്ള അതിക്രമം UP-യിൽ ഇപ്പോൾ പതിവാണ്. 24 ഡൽഹി. ആലപ്പുഴ നൂറനാട് ആദിക്കാട്ടുകുളങ്ങരയിലെ CPIM കുടിയൊഴിപ്പിക്കലിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. 7 വയസ്സുകാരിയായ മകൾക്ക് ഭക്ഷണം നൽകാൻ പോലും പാർട്ടിക്കാർ സമ്മതിച്ചില്ലെന്ന് കുട്ടികളുടെ മാതാവ് റജബ് പ്രതികരിച്ചു. വീട് വിട്ടിറങ്ങണമെന്നാവശ്യപ്പെട്ട് ഗൃഹനാഥനെ CPIM ലോക്കൽ സെക്രട്ടറി ഭീഷണിപ്പെടുത്തുന്ന ഫോൺ കോളും പുറത്തുവന്നു.
2006 പട്ടയഭൂമിയായി നൽകിയ സ്ഥലം ഉടമസ്ഥൻ കൈമാറ്റം ചെയ്തതിനാലാണ് കുടുംബത്തെ ഇറക്കിവിട്ടത് എന്നാണ് CPIM പ്രാദേശിക നേതൃത്വത്തിന്റെ വിശദീകരണം. കൈമാറ്റം ചട്ടവിരുദ്ധമെങ്കിൽ സർക്കാർ ഇടപെടട്ടെയെന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബം പറയുന്നു. CPIM എന്തിന് തങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് 2 കുഞ്ഞുങ്ങളുടെ അമ്മയായ റജബ് ചോദിക്കുന്നു. 7 വയസ്സുകാരിയായ മകൾക്ക് ഭക്ഷണം നൽകാൻ പോലും പാർട്ടി നേതാക്കൾ അനുവദിച്ചില്ല എന്നും പരാതി. ഞങ്ങളുടെ കുഞ്ഞിന് ഇച്ചിരി ആഹാരം കൊടുക്കാൻ പറഞ്ഞിട്ട് പോലും അവർ കഥ തുറന്നു തന്നില്ല. പിന്നെ എന്റെ ഭർത്താവിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി, പിന്നെ ഇവിടെ താമസിപ്പിക്കത്തില്ല, ഇനി ഇവിടെ താമസിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി. എന്നെ എന്റെ മക്കളെയും കൂടെ 7 മണിക്കൂർ വരെ അവിടെ നിർത്തി ഭക്ഷണം കൊടുക്കാനോ കയറാനോ ഒന്നും പറ്റാതെ ഞങ്ങൾ പുറത്ത് മഴ നനഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു കുഞ്ഞിനെയും കൊണ്ട്. സ്ഥല കൈമാറ്റമാണ് പ്രശ്നമെന്ന CPIM പ്രാദേശിക നേതൃത്വത്തിന്റെ വാദവും പൊളിഞ്ഞു. സാമ്പത്തിക തർക്കമാണ് നടപടിക്ക് പിന്നിലെന്ന് വ്യക്തമാക്കുന്ന ഭീഷണി ഫോൺ കോൾ പുറത്തായി. നിന്നോട് ആദ്യം പറഞ്ഞില്ലോടാ, നിന്നോട് ഞാൻ പറഞ്ഞില്ലയോ കയറി താമസിക്കാൻ പറ്റത്തില്ല, വാടകയ്ക്ക് പറ്റത്തില്ല, മേടിക്കാൻ പറ്റത്തില്ലെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലയോ? ഞാൻ മേടിച്ചില്ലല്ലോ. നീ വാടകയ്ക്കായാലും ഇവിടെ താമസിക്കാൻ പറ്റത്തില്ലെന്ന് ഞങ്ങൾ പറഞ്ഞില്ലയോ? പൈസ കൊടുക്കാണ്ടാ. CPIM നടപടിയിൽ പ്രതിഷേധം വ്യാപകമാണ്. 24 ആലപ്പുഴ. ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം ഏറ്റവും അധികമുള്ളത് കേരളത്തിലാണെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP. അപ്രിയ വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങളെ അടിച്ചമർത്തുന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. കൊച്ചിയിൽ കേരള മീഡിയ അക്കാദമിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ PG ഡിപ്ലോമ 2025-26 ബാച്ചിന്റെ പ്രവേശനോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MP. കഴിഞ്ഞ 40 വർഷമായി മാധ്യമ പ്രവർത്തനത്തെ ഒരു ലഹരിയായി കൊണ്ടു നടക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും ഈ രംഗത്ത് സജീവമായിരിക്കുന്നതെന്ന് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. കേരള മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു അധ്യക്ഷനായി. അക്കാദമി മുൻ ചെയർമാനും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ തോമസ് ജേക്കബ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. കേരളത്തിന്റെ വ്യവസായ മേഖലയിൽ പുതിയ ഏട് തീർത്ത വിൻഡോസ് നിർമ്മാണ വിപണി ഹവായ് ഡോർസ് ആൻഡ് വിൻഡോസിന്റെ പുതിയ ഷോറൂം ആലുവയിൽ പ്രവർത്തനം തുടങ്ങി. ഹവായ് ഗ്രൂപ്പ് ഇന്റർനാഷണൽ തുടക്കം കുറിച്ച ദീർഘദൂര പദ്ധതിയായ മിഷൻ 2030ന്റെ ഭാഗമായാണ് പുത്തൻ ചുവടുവയ്പ്. പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ആലുവ MLA അൻവർ സാദത്ത് നിർവഹിച്ചു. ചടങ്ങിൽ ഹവായ് ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് അലി P, ആലുവ മുനിസിപ്പൽ ചെയർമാൻ MO ജോൺ, ഹവായ് ഡോർസ് ആൻഡ് വിൻഡോസ് CEO ഷാഹിദ് M, ഹവായ് സ്റ്റീൽസ് ആൻഡ് ഡോർസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ PK മുനീർ എന്നിവരും വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. 24 റൗണ്ട് പൂർത്തിയാവുന്നു. നമസ്കാരം.